ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ചീരയും ചെറുപയറും കൂടെ ചേർത്തുള്ള ഒരു കൂട്ടുകറി വയ്ക്കാം. ഈ ചീര എന്ന് പറയുന്നത് നല്ല പോഷകഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണത് കഴിക്കാൻ. അപ്പോൾ നമ്മളത് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളിൽ വെച്ച് കൊടുത്തിരുന്നാലേ അവർക്കും അത് ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാനിപ്പം ഈ ചേർത്തിരിക്കുന്ന ചെറുപയർ പോഷകമൂല്യം ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ഈ ചീരയ്ക്കൊരു ടേസ്റ്റ് മേക്കറും കൂടെയാണ് കേട്ടോ അത്. അപ്പം ഈ രുചിയുള്ള കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാനതിന് പച്ച ചീരയാണ് എടുത്തിരിക്കുന്നത്. പച്ചച്ചീര മാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചുവന്ന ചീര എടുക്കാം, പാലക് ചീര എടുക്കാം, ഏത് ചീര വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ ഇതുപോലെ മീഡിയമായിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കണമെന്നില്ല, ഇതുപോലെ മീഡിയമായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാൽ മതി. ഇനി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4-5 പല്ല് വെളുത്തുള്ളി എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക്, ചുമന്ന മുളക് വേണമെങ്കിലും ഇടാം, പച്ചമുളക് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. അരച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറുപയർ എടുക്കാം. ചെറുപയർ എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എത്ര പേർക്ക് കറി ആവശ്യമാണോ അത്രയും. നമുക്കിപ്പം 3/4 കപ്പ് എടുക്കാം, 1/2 കപ്പ് എടുക്കാം. എത്രയാണെങ്കിലും നമ്മുടെ എത്ര പേർക്കാണ് കറി ആവശ്യമോ അത്രയും ചെറുപയർ എടുത്തിട്ട് കുക്കറിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചീര ഇലകളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചാൽ കിടന്ന് വറ്റി ആ ചീരയുടെയൊക്കെ ഗുണമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അല്പം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. കാരണം നമ്മുടെ പയറ് വെന്തതാണ്. ഇനി അരപ്പും ചീരയും മാത്രം ഒന്ന് വെന്താൽ മതി. കുറുകി പാകമായിട്ടുണ്ട്. ഇതുപോലത്തെ പാകത്തിൽ നമ്മൾ എടുക്കുക. ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒരല്പം കൂടെ ഒന്ന് കുറുകും കുറച്ച് നേരം കഴിയുമ്പോൾ. അതിനുശേഷം നമ്മൾ സാധാരണ കറികൾക്കൊക്കെ എങ്ങനെയാണ് കടുക് വറക്കുന്നതോ അതുപോലെ കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഉഗ്രൻ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.